അഗ്രിക്കൽ ആൻഡ് വണ്ടർഫുൾ ഫ്ലൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തിയ പൊന്നാങ്കണ്ണിച്ചീര കൃഷിയാണ്. ഇതാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തിയ പൊന്നാങ്കണ്ണിച്ചീര കൃഷി. അടുക്കളത്തോട്ടം ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പൊന്നാങ്കണ്ണിച്ചീര കൃഷി. അപ്പോൾ ഗ്രോ ബാഗ് കവർ ഉണ്ടെങ്കിൽ, ഒരു 10 ഗ്രോ ബാഗ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലതുപോലെ മണ്ണൊക്കെ ഇളക്കി, ചാണകപ്പൊടിയും ചാമ്പലും, അധിക വളപ്രയോഗങ്ങളൊന്നും വേണ്ട, ചാണകപ്പൊടിയും ചാമ്പലും ഒക്കെ നല്ലതുപോലെ ആ മണ്ണിൽ ഇളക്കി ഗ്രോ ബാഗ് കവറിൽ നിറച്ച് അതിൽ ഇതേപോലെ പൊന്നാങ്കണ്ണിച്ചീര നട്ട് മുളപ്പിച്ചതിന് ശേഷം ആഴ്ചയിൽ നമുക്ക് വീട്ടാവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് പാചകം ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഒരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്. മുള വന്നതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ കട്ട് ചെയ്തെടുക്കാം. അധികം വളപ്രയോഗങ്ങളോ രാസവളങ്ങളോ ഇതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചാണകപ്പാൽ കലക്കി ഇതിൻ്റെ ചോട്ടിൽ ചെറിയ തോതിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എൻ്റെ അമ്മയാണ് നിന്ന് കട്ടൊക്കെ ചെയ്തെടുക്കുന്നത്. ആ പാക്കറ്റിൽ ഒരു തക്കാളി വിത്ത് എങ്ങനെയോ വീണ് തക്കാളി പൊടിച്ച് നിൽപ്പുണ്ട്. ഒരു 2-3 പേരടങ്ങുന്ന ഒരു വീട്ടിൽ ഒരു 10 ഗ്രോ ബാഗ് കവറിനകത്ത് ഇതുപോലെ നട്ട് മുളപ്പിച്ചെടുത്താൽ നമുക്ക് ആഴ്ചയിൽ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ കഴിക്കാവുന്നതാണ്, പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ്. നമ്മൾ അത് നല്ലതുപോലെ അരിഞ്ഞ് വച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സവാളയൊക്കെ ഞുറുക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാചകം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞു. പാചകം ചെയ്തപ്പോൾ എന്ത് രസമാണ് കാണാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മയോട് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിക്കാം. അത് കണ്ടപ്പോഴേ വായിൽ തന്നെ വെള്ളമൂറുന്നു. അങ്ങനെ അമ്മ ഒരു സ്പൂണിൽ കുറച്ച് കോരി എൻ്റെ കയ്യിലോട്ടിട്ടു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.